ജില്ലയിൽ ഇത്തവണത്തെ കാലവർഷത്തിൽ 954.7 ലക്ഷത്തിന്റെ കൃഷിനാശം. 501.66 ഹെക്ടർ ഭൂമിയിലെ 6477 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. വാഴ, ഏലം, കുരുമുളക് കർഷകർക്കാണ് ഏറ്റവും അധികം കൃഷിനാശം നേരിട്ടത്. 370 ലക്ഷം രൂപയുടെ വാഴകൃഷിയും 217 ലക്ഷം രൂപയുടെ ഏലകൃഷിയും 117 ലക്ഷം രൂപയുടെ കുരുമുളക് കൃഷിയും നശിച്ചു. ഇന്നലെ വരെ ജില്ലയിലെ വിവിധ കൃഷിഭവനുകളിൽ നഷ്ടപരിഹാരത്തിനായി ലഭിച്ച അപേക്ഷകളെ തുടർന്നുള്ള കണക്കാണ് ഇത്. ഏറ്റവും അധികം കൃഷിനാശമുണ്ടായത് അടിമാലി ബ്ലോക്കിലാണ്. 54.75 ഹെക്ടർ സ്ഥലത്തെ 1719 കർഷകരുടെ കൃഷി നശിച്ചു. 277.63 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. നെടുങ്കണ്ടം ബ്ലോക്കിൽ 28 ലക്ഷം രൂപയുടെ നഷ്ടവും കട്ടപ്പനയിൽ 108 ലക്ഷം രൂപയുടെയും ദേവികുളം 27.63, ഇളന്തേശം 29.16, ഇടുക്കി 156.34, പീരുമേട് 132.33, തൊടുപുഴയിൽ 14.54 ലക്ഷം രൂപയുടെയും നാശനഷ്ടമുണ്ടായി. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വാഴകൃഷി വ്യാപകമായാണ് നശിച്ചത്. 370.67 ലക്ഷം രൂപയുടെ നഷ്ടം കർഷകർക്കുണ്ടായി. കുരുമുളകും വ്യാപകമായി നശിച്ചു. ഹൈറേഞ്ചിലെ കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഏലം കൃഷിക്കും കനത്ത തിരിച്ചടിയാണ് കാലവർഷം സമ്മാനിച്ചത്. 2500 ഹെക്ടർ ഏലം കൃഷി നശിച്ചതിന് പുറമെയാണ് ഈ വർഷം നേരത്തെ എത്തിയ കാലവർഷം 200 ഹെക്ടർ ഏലം കൃഷി കവർന്നെടുത്തത്. ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകിയും ഒടിഞ്ഞു വീണും ഏലച്ചെടി വ്യാപകമായി നശിക്കുകയായിരുന്നു. ജില്ലയിൽ 1159 കർഷകരുടെ ഉടമസ്ഥതയിലുള്ള 200 ഹെക്ടർ ഭൂമിയിലെ ഏലം കൃഷി നശിച്ചതായാണ് പ്രാഥമിക കണക്ക്. ഹൈറേഞ്ചിലെ വിവിധ കൃഷി ഓഫീസുകളിൽ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് നൽകിയ അപേക്ഷകളെ തുടർന്നുള്ള കണക്കാണിത്. 100 കണക്കിന് കർഷകർ ഇനിയും അപേക്ഷകൾ നൽകാനുണ്ട്. സിറ്റി വിഷൻ, രാജക്കാട്.